ശ്രീലാം, നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ സംസ്ഥാന സർക്കാർ ഇത് എതിർക്കുമോ എന്ന കാര്യം കേരളം ഒന്നാകെ ഉറ്റുനോക്കുകയാണ്. ശരിക്കും CBI അന്വേഷണം നടക്കുമോ? തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഒരു മേൽനോട്ടത്തിലോ അല്ലെ സംസ്ഥാന സർക്കാർ പറയുന്നതനുസരിച്ചോ കോടതിയിൽ ഒരു CBI അന്വേഷണത്തിന് സാധ്യതയില്ല. കോടതി സ്വമേധയാ CBI അന്വേഷണത്തിന് അതിന്റെ മെറിറ്റ് നോക്കി വിട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു CBI അന്വേഷണം സാധ്യമാകൂ. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഒന്നുകിൽ സർക്കാർ ശുപാർശ ചെയ്യണം, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അതിന് ആനുപാതികമായി കോടതിയിൽ നിന്ന് അന്വേഷണം ആവശ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ CBI അന്വേഷണത്തിന് സാധ്യതയുള്ളൂ. ഇവിടെ നോക്കൂ, സർക്കാർ ഇന്നലെ കോടതിയിൽ എത്തിയപ്പോ സർക്കാർ പറയുന്ന CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഏതായാലും അത്തരമൊരു നിലപാടിലേക്ക് മാത്രമേ സർക്കാർ പോവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, MV ഗോവിന്ദൻ എന്നിലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. CBI കൂട്ടിലടച്ച തത്തയാണെന്ന വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാം. ഒരു കൂട്ടിലടച്ച തത്തയുമായിട്ടല്ല, ഈ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ഒരു ആൾക്കാർക്ക് പോലും സംശയം തോന്നുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ കേസിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നോക്കൂ, ഓട്ടോ ഡ്രൈവർമാർ 3 ഓട്ടോയിൽ മാറി മാറി സഞ്ചരിച്ചു നവീൻ ബാബു എന്നാണ് പറയുന്നത്. അവരുടെ മൊഴി എടുത്തിട്ടുണ്ടോ? അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഈ കേസിൽ ദിവ്യയെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദിവ്യക്ക് ജാമ്യം കിട്ടിയത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അത് ഒരു നിവൃത്തിയുമില്ലാതെ തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ മാത്രമല്ലേ ദിവ്യയെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ളൂ. എവിടെയാണ് ഒരു ക്രിമിനൽ കോൺസ്പിറസി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് ആരോപിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, അതായത് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മുൻകൂർ ജാമ്യം എടുത്ത ശേഷം, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട, മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് അത്രയും വെയിറ്റ് ചെയ്യാമെന്ന് പോലീസ് തീരുമാനിച്ചത്? ദിവ്യ എപ്പോൾ കീഴടങ്ങണമെന്ന് ദിവ്യക്ക് തോന്നിയോ ആ സമയത്ത് മാത്രമാണ് സർക്കാർ ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും ജാമ്യം നിഷേധിച്ചത് കൊണ്ട് മാത്രം ജയിലിലേക്ക് വിട്ടിട്ടുള്ളതും. 11 ദിവസം ജയിലിലേക്ക് വിട്ടു. അതിനിടയിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി. കോടതിയെ 2 ദിവസത്തിനുള്ളിൽ തന്നെ സമീപിച്ചിട്ടുണ്ട് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഏതായാലും കോടതി 11 ദിവസമെങ്കിലും ഈ ദിവ്യക്ക് ജയിൽവാസം കിട്ടി എന്നതൊഴിച്ചാൽ ഈ കേസിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ആദ്യം മുതലേ പറയുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആദ്യഘട്ടം മുതൽ ഈ കേസിന്റെ തുടക്കം മുതൽ ഒന്ന് നോക്കിയാൽ, തുടക്കം മുതൽ ഈ കേസ് തേച്ചു മായ്ച്ചു കളയണമെന്നും ഈ കേസിൽ ഒരു തരത്തിലുള്ള തെളിവുകളും ഉണ്ടാകരുതെന്നും CPM എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൃത്യമായ നിലപാടിലേക്ക്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം CPM ഉണ്ടായിരുന്നത്? അങ്ങനെ ഒരു തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി സുതാര്യമായി പോകാമായിരുന്നു. ഇവിടെ നോക്കൂ, നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുതാര്യമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകേണ്ടതല്ലേ? ഇവിടെ സർക്കാർ കൂട്ടിലടച്ച തത്തയാണെന്ന വാദമൊക്കെ ഉയർത്തിക്കൊണ്ട് CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനാണ്? നവീൻ ബാബുവിന്റെ ഭാര്യ അടക്കമുള്ളവർ ഈ കേസിന്റെ ആദ്യ ദിവസം തന്നെ, അതായത് നവീൻ ബാബു മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്ത വന്ന് 10 മിനിറ്റിനകം നടന്ന ചർച്ചയിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം പോലും ഉണ്ട് എന്ന്. പക്ഷെ അന്നൊക്കെ ഈ കുടുംബം ഇവരുടെ ഫാമിലി വളരെ കൃത്യമായി തന്നെ, ഇവരും ഇടതുപക്ഷ ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ ഇവർ ഈ സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അത്തരത്തിൽ ഏത് ഫാമിലിയാണെങ്കിലും അവരുടെ മുന്നിൽ ഉണ്ടാകേണ്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഒരു നിമിഷം അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത്തരമൊരു അവസ്ഥയിലേക്ക് അവർ പോകുമായിരുന്നില്ല. വീട്ടുകാർ ആദ്യഘട്ടം മുതൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആദ്യഘട്ടത്തിൽ ഇത് ആത്മഹത്യയാണ് എന്ന തരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വാർത്ത വരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ വീട് സീൽ ചെയ്ത ശേഷം പോലീസുകാർ അവരുടെ ഡോക്യുമെന്റ്സ് അടക്കമുള്ളവ പിന്നീടാണ് എടുക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? 7:30 ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞ ഒരു വിഷയത്തിൽ 9:30 അവിടെ പോലീസ് എത്തിയിട്ടുള്ളത്. ആ 2.5 മണിക്കൂർ സമയം ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഈ വീട് തുറന്നു കിടന്നതിനെ കുറിച്ച് അന്വേഷണം നടത്താതിരുന്നത്? നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. വിവിധ ഓട്ടോകളിൽ സഞ്ചരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രശാന്തൻ എന്ന് പറയുന്ന അതിനിർണായകമായി കേസിൽ പ്രതിയാകേണ്ട ഒരാൾ, അയാൾക്ക് എവിടെ നിന്നാണ് ഈ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള പണം കിട്ടിയത്? ആരാണ് ബിനാമി? ഇദ്ദേഹം ഏതെങ്കിലും മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നോ? അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് പോയി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കാം. ഇപ്പോ സുതാര്യമായി ഫോൺ ഉപയോഗിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും. ഇപ്പോ എനിക്കറിയുന്ന ചിലരുടെയൊക്കെ ഫോണിൽ ഒരു പാറ്റേണും ലോക്കും ഒന്നുമില്ലാത്ത ചില ആൾക്കാരെ എനിക്കറിയാം. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഫോൺ എടുത്തൊരു മെസ്സേജ് അയക്കാനാണോ ബുദ്ധിമുട്ട്? അത് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞ അല്പസമയം കൂടി, ഇപ്പൊ ഫിംഗർ ലോക്ക് ഒക്കെ ആണെങ്കിൽ ഒരു അല്പസമയം കൂടി, എനിക്ക് തോന്നുന്നു സെക്കൻഡ്സിൽ ഈ കൈ ഫിംഗർ ലോക്ക് ആണെങ്കിൽ ഫിംഗർ വെച്ചാൽ ഉറപ്പായിട്ടും ഇതിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ഫോണിന്റെ മെസ്സേജ് മാത്രം വെച്ചുകൊണ്ട്, അദ്ദേഹം ഒരു ഫോൺ മെസ്സേജ് അഡ്രസ് അയച്ചു കൊടുത്തു എന്ന ഒരു മെസ്സേജ് മാത്രം വെച്ചുകൊണ്ട് ഇതൊരു ആത്മഹത്യയാണ് എന്ന് വാദിക്കാൻ കഴിയില്ല. ഇവിടെ
ഈ ഇതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ എന്താണ് CPM-ന്റെ വാദം? അതായത് നവീൻ ബാബുവിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട്. നാട്ടുകാരേവരും പറയുന്നു അദ്ദേഹം കൈക്കൂലിക്കാരനല്ല എന്ന്. എന്നാൽ CPM പറയുന്നു അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ട് എന്ന്. പക്ഷേ ഇതിന്റെ തുടക്കം മുതൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൊലപാതകമല്ല എന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ ഇതിനെ രക്ഷിക്കാനോ, ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം തുടക്കം മുതൽ തന്നെ നടന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും കോഴിക്കോട് എത്താനുള്ള സമയം വരെ ആ ഡെഡ് ബോഡി ഒന്ന് വെച്ചേക്കാതിരിക്കാൻ, അതായത് പെട്ടെന്ന് തന്നെ ആ മൃതദേഹം എവിടെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്? ഈ ആരോപണ വിധേയൻ ഉള്ള അതേ ആശുപത്രിയിൽ, ആരോപണ വിധേയൻ ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ, ആ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി വീട്ടുകാരെത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തതിന്റെ പിന്നിൽ എന്താണ്? സാധാരണ ഒരാൾക്ക് തോന്നുന്നൊരു സംശയമല്ലേ അത്? ഈ സംശയങ്ങളൊക്കെ ഉള്ളപ്പോഴും എങ്ങനെയാണ് ഈ വീട്ടുകാർ ഈ CPM നീതി കൊണ്ടുതരും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നത്? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ പത്തനംതിട്ടയിലെ CPM ഇവരുടെ കൂടാണെന്നും കണ്ണൂരെ CPM ദിവ്യയുടെ കൂടാണെന്നും ആദ്യഘട്ടത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ പത്തനംതിട്ടയിലെ CPM നീതി നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ MV ഗോവിന്ദൻ വന്ന് കണ്ട ശേഷം, മഞ്ജുഷയെ കണ്ട ശേഷം പുറത്തു വന്ന് ഇവർ കേഡറാണ് എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് മഞ്ജുഷയും നമ്മുടെ കേഡറാണ് എന്ന് പറഞ്ഞതിന് ശേഷം പത്തനംതിട്ടയിലെ CPM എവിടെ? CPM-നെ കുറിച്ച് ഒരു അക്ഷരം പരിപാടിയുണ്ട്. എല്ലാ കാര്യങ്ങളും, അതായത് സംസ്കാരം കഴിഞ്ഞ് കുറച്ചു ദിവസം കൂടി മഞ്ജുഷയോടൊപ്പം നിന്ന CPM ഇപ്പൊ കാണുന്നില്ലല്ലോ പത്തനംതിട്ടയിലെ CPM-കാരെ. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഇത് വളരെ ആസൂത്രിതമായി എടുത്തൊരു തീരുമാനമായിരുന്നു. പത്തനംതിട്ടയിലെ CPM ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർത്ത് ഇരയുടെ വീടിന് മുന്നിൽ നിന്നും എങ്ങോട്ടും പോകാതെ, ഒരാളോട് സംസാരിക്കാതെ, അവർക്ക് യാതൊരു സംശയവും തോന്നാതെ അവരുടെ ചിന്തകളെ പോലും മായ്ച്ചു കളയുന്ന രീതിയിൽ ആ ഘട്ടത്തിൽ പെരുമാറി. ഇപ്പോ 1.5 മാസം കഴിഞ്ഞിട്ടാണല്ലോ മഞ്ജുഷയ്ക്ക് സംശയം തോന്നി തുടങ്ങിയത്. അതുവരെ മഞ്ജുഷയ്ക്ക് യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ ഡീൽ ചെയ്തുകൊണ്ട് പോകാൻ CPM-ന് കഴിഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ അതുകൊണ്ടൊരു ഗുണമുണ്ട്. ഒരു തരത്തിലും ഈ കേസ് CPM-ന് ഗുണമാണ്. ഈ വിഷയത്തിൽ ഈ ഒരു തരത്തിലും ഈ കേസ് രക്ഷപ്പെടാതിരിക്കാനോ ഈ കേസിൽ ഒരു നീതി കിട്ടാതിരിക്കാനോ ഉള്ള സംവിധാനങ്ങളെല്ലാം CPM ഒരുക്കി കഴിഞ്ഞു. തെളിവുകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. CCTV ദൃശ്യങ്ങളടക്കം നശിപ്പിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് CBI ഇതിൽ ഒരു അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാലും? ഈ കേസിൽ നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, പോലീസിനെ കുറ്റപ്പെടുത്തുന്ന ചിലരെ കണ്ടു. എന്തിനാണ് പോലീസിനെ കുറ്റപ്പെടുത്തുന്നത്? സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് അനങ്ങാൻ പോലീസിന് കഴിയുമോ? അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ MV ഗോവിന്ദൻ പറയുന്നത് CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് തോന്നുന്നത് പോലും കേരളത്തിലെ പോലീസിനെ MV ഗോവിന്ദന് CPM കൂട്ടിലടച്ചിട്ടുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം ഏതൊക്കെ വിഷയങ്ങളിലാണ്. ഇപ്പോ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കണം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ രവി DC-യും ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അന്വേഷണ റിപ്പോർട്ട് DGP മടക്കി എന്ന തരത്തിലൊരു വാർത്ത വരുന്നുണ്ട്. അതായത് കേസ് അന്വേഷണം സുതാര്യമായി കൊണ്ടുപോകുന്നു എന്ന് വരുത്താൻ വേണ്ടി മൊഴികളിൽ അവ്യക്തതയുണ്ട്, വീണ്ടും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതല്ലേ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ട് പോലും ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനോ അന്വേഷണം നടത്താനോ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഭരണഘടനാ വിരുദ്ധർ കോടതി കണ്ടെത്തിയതാണ്. കോടതി ഇതിൽ അന്വേഷണം നടത്തണമെന്ന് പറയുന്നു. പോലീസ് നടത്തിയിട്ടുണ്ടോ? പോലീസിനെ നടത്താൻ കഴിയുന്നുണ്ടോ? കേരളത്തിലെ പോലീസിന് സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കേരളത്തിലെ പോലീസിൽ നല്ല ഉദ്യോഗസ്ഥന്മാരില്ലാതിട്ടല്ല. ഏറ്റവും ഫലപ്രദമായി ഈ നമ്മൾ നോക്കൂ, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഇല്ലാത്ത എല്ലാ കേസുകളിലും കേരളത്തിലെ പോലീസിന് വളരെ കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ? പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉള്ള ഏത് കേസിലാണ് കേരളത്തിലെ പോലീസിന് അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിയാലും ഒന്നും തെളിയാൻ പോകുന്നില്ല, മഞ്ജുഷയ്ക്ക് നീതി കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. മഞ്ജുഷ എടുത്ത ഈ കാലതാമസം CPM ഒരുപക്ഷെ ആ കാലതാമസം എടുപ്പിച്ചത് തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. നോക്കൂ, ഇപ്പോഴും മഞ്ജുഷയുടെ ഭാഗത്താണെന്ന് പറയുമ്പോൾ മഞ്ജുഷയുടെ ആവശ്യം എന്താണ്? CPM മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്? മഞ്ജുഷയുടെ ആവശ്യം CBI അന്വേഷണമാണെങ്കിൽ, CPM മഞ്ജുഷയുടെ ഭാഗത്താണെങ്കിൽ, കേരളത്തിലെ സർക്കാർ മഞ്ജുഷയോടൊപ്പമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അന്വേഷണത്തിന് പോകട്ടെ എന്ന് തീരുമാനിക്കുകയല്ലേ? അപ്പോൾ ഇതിൽ MV ഗോവിന്ദനും കൂട്ടും പേടിക്കാനുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ അന്വേഷണം നടത്തരുത് എന്ന് ശഠിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി ശ്രീല.